ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് തമ്പനെയിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. ഇതിനാദ്യമായിട്ട് ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് സെർച്ച് ബാറിൽ നമ്മൾ തമ്പനെയിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് തമ്പനെയിലിൻ്റെ ടെംപ്ലേറ്റുകൾ കിട്ടുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഫ്രീ വേർഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോ എന്ന് പറയുന്ന റൈറ്റ് സൈഡ് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം. പ്രോ എന്ന് ഇങ്ങനെ ചില ടെംപ്ലേറ്റിൻ്റെ താഴെയായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാര്യം അത് ഫ്രീ വേർഷനിൽ നമുക്ക് പറ്റില്ല. പിന്നെ നമുക്കിതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്കിതിൽ കാണാൻ പറ്റുന്നതാണ്. അതിനകത്ത് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കത് കസ്റ്റമൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു ഡിസൈൻ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് എല്ലാം കസ്റ്റമൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ഏതാണോ നമുക്ക് മാറ്റേണ്ടത് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരുന്നതാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുകയോ വേണമെങ്കിൽ എല്ലാം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് 2 തവണ അതിൻ്റെ മുകളിലോട്ടൊന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കീബോർഡ് ഓപ്പണായിട്ട് വരുന്നതാണ്. കീബോർഡ് ഓപ്പണായിട്ട് വന്നതിന് ശേഷം നമുക്കത് എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ഹൗ ടു മേക്ക് തമ്പനെയിൽ ഇൻ ക്യാൻവ എന്നുള്ളത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് മുകളിലായിട്ടുള്ള ആ ഒരു ഈ ടെക്സ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഞാനിവിടെ ഹൗ ടു മേക്ക് എന്ന് കൊടുക്കാം. ഹൗ ടു മേക്ക്. ഇനി തമ്പനെയിൽ എന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ സെലക്ട് ചെയ്തു. തമ്പനെയിൽ നിന്ന് കൊടുത്തു. അപ്പോൾ കുറച്ച് വലുതാണ്. അപ്പോൾ ഒന്ന് ചെറുതാക്കാനായിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ചെറിയ ഒരു സർക്കിളുണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പറ്റും. പിന്നെ ആ ഒരു റൈറ്റ് സൈഡ് നടുക്കായിട്ട് കാണുന്ന ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെറുതാക്കുകയും അതുപോലെ തന്നെ ഇത് കറക്റ്റ് സ്യൂട്ടാക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പം ഹൗ ടു മേക്ക് തമ്പനെയിൽ എന്നുള്ളത് കൊടുത്തു. ഇനി ഇൻ ക്യാൻവ എന്നുകൂടി ഒന്ന് കൊടുക്കണം. ഇനി നമുക്ക് ഇൻ ക്യാൻവ എന്നുകൂടി കൊടുക്കണം. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഏതാണോ ടെക്സ്റ്റ് അതിൻ്റെ ഒരു സൈസ് അത് സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പം രണ്ടാമത്തെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തു. ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഇത് അല്ലാതെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അതായത് നമ്മളിപ്പം ഹൗ ടു മേക്ക് എന്നുള്ളത് കൊടുത്തില്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം ഫോണ്ട് സൈസിലും സെയിം സൈസിലും കിട്ടും. അപ്പം അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഡ്രാഗ് ചെയ്ത് താഴോട്ട് ഇട്ടതിന് ശേഷം ഇൻ ക്യാൻവ എന്നുകൂടി അവിടെ കൊടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഹൗ ടു മേക്ക് തമ്പനെയിൽ ഇൻ ക്യാൻവ എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ വന്നു. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഇമേജ് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് ക്യാൻവയുടെ ഒരു ഇമേജ് ഒന്ന് എടുത്ത് വെക്കാം. അതിനൊന്ന് ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ഇമേജ് കൊടുക്കുക. ഡിലീറ്റ് ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഇമേജ് പോകുന്നതാണ്. അപ്പോൾ ഡിലീറ്റ് ഇമേജ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ടിലുള്ള ഫ്രെയിം മാത്രം അവിടെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്യാൻവയുടെ ഒരു ഇമേജ് വേണം. അതിന് പ്ലസ് ഒന്ന് ബട്ടൺ പോവുക. അതിനുശേഷം ഇമേജസ് എന്നും പറഞ്ഞിട്ട് താഴെ കാണും, ഫോട്ടോസ് എന്നും പറഞ്ഞിട്ട് താഴെ കാണും. ഓക്കെ, ഇതിൽ ഫോട്ടോസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് എന്ന് പറയുന്നത് കണ്ടില്ലേ റൈറ്റ് സൈഡിലായിട്ടുള്ള, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ ഇവിടെ ഫോട്ടോസ് എന്നുള്ളതും ഓഡിയോ ഫോട്ടോസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ജസ്റ്റ് ഫോട്ടോസ് എന്നുള്ളതൊന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളിങ്ങനെ താഴെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഫോട്ടോസ് എന്ന് പറയുന്ന ആ ഒരു ടാബ് കൂടി അവിടെ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. നേരത്തെ ആപ്പ് വരെ ഉള്ളായിരുന്നു, ഇപ്പം ഫോട്ടോസും കൂടി ആഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഫോട്ടോസിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻവയുടെ ഇമേജ് ആയതുകൊണ്ട് ക്യാൻവ ജസ്റ്റ് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ക്യാൻവയുടെ ഇമേജ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പക്ഷേ ഇവിടെ ഉണ്ടൊരു പ്രശ്നം, പ്രോ എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാര്യം നമ്മളിത് ഫ്രീ വേർഷനാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇത് ഈ ക്യാൻവയിൽ വേറെ പ്രോ എന്ന് പറയുന്ന ഒന്നുമില്ല. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ഒരു ഫ്രെയിമിലേക്ക് ഞാൻ ഡ്രാഗ് ചെയ്തു. ജസ്റ്റ് നമുക്കത് റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. മുകളിലായിട്ടുള്ള ആ ഒരു ആരോ, ഡൗൺലോഡിൻ്റെ ഒരു ആരോ ഉണ്ട്, അത് കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കുക. ഡിഫോൾട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യും, PNG ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. അത് സെലക്ട് ആയിട്ട് തന്നെ കിടന്നോട്ടെ. ഡൗൺലോഡ് ജസ്റ്റ് കൊടുത്താൽ മതി. നമുക്ക് ഈ ഡിസൈൻ എന്ത് ചെയ്യും, നമുക്ക് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടാണ്. ജസ്റ്റ് നമുക്ക് ഫയൽസ് പോയിട്ട് ആ ഒരു ഇമേജ് ഒന്ന് കാണാം.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പം ചെയ്ത തമ്പനെയിൽ. പക്ഷേ ഇത് പ്രോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസൊക്കെ ചെയ്തിട്ട് നമുക്കിത് കുറച്ചുകൂടി മനോഹരമാക്കാമായിരുന്നു. പക്ഷേ ഫ്രീയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുവിധപ്പെട്ട എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അത്യാവശ്യം മനോഹരമായ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തമ്പനെയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.